കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജെയിം തന്റെ പ്രതികാരം ചെയ്യാമെന്ന് വെച്ചിട്ട് പാർക്കിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോ അവൻ അതിന് കഴിയുന്നില്ല. അവനും പ്രതികാരമൊക്കെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ നേരം പാർക്കും അവനെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. ആ സമയം അവിടെ ഒരു വലിയ കാറ്റുണ്ടാവുകയും ആ പാരച്യൂട്ടിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന പാർക്ക് പറന്നു പോവുകയും ഒരു ട്രക്ക് വന്ന് അവനെ ഇടിക്കുകയും ചെയ്യുന്നു. ശേഷം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് പാർക്കിന്റെ വക്കീലിനെയാണ്. അയാളിപ്പോൾ ജിസുവിനെയും ആ മോഡലിനെയും കൊന്നതിന്റെ ആ ഒരു ആക്സിഡന്റ് കേസിൽ ജയിലിലാണ്. അയാളെ ജെയിം കാണാനായിട്ട് വരുന്നുണ്ട്. അവനും ആ ഒരു മെമ്മറി കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. നീ അന്ന് രാത്രി ആ ഒരു ആക്സിഡന്റ് ഉണ്ടായ ദിവസം ആ കാറിൽ നിന്നും ഡാഷ് ക്യാമിലെ മെമ്മറി കാർഡ് എടുത്ത് മാൻ ഹോളിൽ ഇട്ടത് ഓർക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ കാര്യം മതി നിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട്. അത് കാണുമ്പോ വക്കീലിനും സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത്രയും നാള് ഇയാളെ ജയിലിൽ ആയിരുന്നിട്ടും പാർക്ക് വന്നിട്ട് ഇയാളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളും മെമ്മറി കാർഡ് തരൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ ജെയിം അതിനെ കടിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് കാണുമ്പോ വക്കീല് ഷോക്കാകുന്നു. നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? ഇതെന്റെ ജീവിതമായിരുന്നല്ലോ. ഇതുപോലെ മറ്റുള്ളവർക്കും അവരുടെ ജീവിതം വളരെ വിലപ്പെട്ടതായിരുന്നു. നീ അതിനെക്കുറിച്ച് അന്ന് ചിന്തിച്ചത് പോലുമില്ലല്ലോ. നമുക്ക് നിയമം അനുസരിക്കണ്ടേ? അതിന് ജെയും നിയമത്തെക്കുറിച്ച് കുറെ സംസാരിച്ചു കഴിഞ്ഞാൽ നീയും മരിക്കുന്നതായിരിക്കും. ഇതല്ലേ നീ എന്നോട് പറഞ്ഞത്? അപ്പോഴാണ് വക്കീലും ഓർക്കുന്നത് ആ ഒരു ഫൈറ്ററിന്റെ അടുത്ത് ഇതേ ഡയലോഗ് അവനും പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും ഈ ജയിലിൽ കിടന്ന് അറിയിക്കാൻ പോവുകയാണ്. നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ നീ ഒരു കൊലപാതകയാണെന്നും ഒക്കെ വിളിച്ചിട്ടായിരിക്കും ആൾക്കാർ കളിയാക്കാനായി പോകുന്നത്. നീ അത് കേട്ടുകൊണ്ട് തന്നെ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവനും ഇറങ്ങിപ്പോകുന്നു. ശേഷം പോലീസുകാരും പാർക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മീഡിയക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. മീഡിയയിൽ കാണിച്ച എല്ലാ വീഡിയോസും സത്യമാണ്. അത് ഞങ്ങൾ കൺഫേം ചെയ്തു. പാർക്ക് ചെയ്ത എല്ലാ കുറ്റത്തിനും അവന് ശിക്ഷ ലഭിക്കുന്നതാണ്. അവൻ എപ്പോഴാണോ ബോധം വരുന്നത് ആ സമയത്ത് അവനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മീഡിയക്കാർ പറയുന്നത് പാർക്ക് ഇപ്പൊ അബോധാവസ്ഥയിലാണ്, അയാളുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നൊക്കെയാണ്. ശേഷം പാർക്കിന്റെ അച്ഛനും എല്ലാവരോടുമായി ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പാർക്കിനെ സിഇഒ പൊസിഷനിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്നതായി അയാളും അറിയിക്കുന്നുണ്ട്. ശേഷമാണ് ജെയും പാർക്കിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ശരിക്കും പാർക്കിനെ ഒരു വലിയ ട്രക്ക് വന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനും ബോധം വരുന്നു. ജെയും അവനോട് പറയുന്നുണ്ട്, ദൈവമാണ് നിന്നെ രക്ഷിച്ചത്. ഈ ഭൂമിയിൽ നീ നരകവേദന അനുഭവിക്കും. അപ്പോഴാണ് പാർക്കിന്റെ കണ്ടീഷൻ ശരിക്കും നമ്മളെ കാണിക്കുന്നത്. ആ ഒരു ആക്സിഡന്റിൽ അവന്റെ 2 കാലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജെയും ഇങ്ങനൊരു കിടപ്പ് കിടന്നുകൊണ്ട് നീ ശിഷ്ടകാലം കഴിക്കേണ്ടി വരും. നീ ചെയ്ത എല്ലാ പാപങ്ങൾക്കുള്ള ശിക്ഷ നീ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശേഷം ജെയും പോകുന്നത് ജിസുവിന്റെ അടുത്തേക്കാണ്. അന്ന് പാർക്കിനെ കൊല്ലാൻ സമയം ജിസുവിന്റെ പേന വീണതുകൊണ്ട് മാത്രമാണ് അന്ന് അവനെ ജെയിം കൊല്ലാത്തത്. നീയാണല്ലേ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു പാപം ചെയ്തു പോയേനെ എന്ന് പറഞ്ഞ് അവനും വിഷമിക്കുന്നു. ഞാൻ എന്റെ റിവഞ്ച് ഒക്കെ എടുത്തു, പക്ഷെ എല്ലാത്തിന്റെ അവസാനം ഞാൻ വീണ്ടും മരിക്കുമല്ലോ എന്ന് അവനും ഓർക്കുന്നുണ്ട്. ശേഷം ഇവനും ഇപ്പോ പോലീസിന്റെ ശരീരത്തിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ പല ഇൻവെസ്റ്റിഗേഷനും അവനും നടത്തുന്നുണ്ട്. അവനും പല പ്രതികളെയും പിടികൂടുന്നു. ഞാനിപ്പോഴും ആൻജിയോങ്ങിന്റെ ശരീരത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും മരണം എന്നെ കീഴ്പ്പെടുത്താം. ശേഷം ഒരു പ്രതിയെ പിടിക്കുന്നതിനിടയ്ക്ക് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. അതിലെ പ്രതിയും ജയെ കൊല്ലാനായി വരുന്ന സമയം ജൂനിയർ പോലീസുകാരനും അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ജയ്ക്കും പരിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ജൂനിയർ പോലീസുകാരന് ആ ഫൈറ്റിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ജെയിം തന്നെ രക്ഷിച്ചതിൽ അവനോട് നന്ദി പറയുന്നു. അപ്പോഴാണ് ജൂനിയർ പോലീസുകാരന്റെ കുടുംബം അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾക്കൊരു ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു. മകളും അച്ഛന്റെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മകളെ കണ്ട് ജെയും അവളോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടിയും ജെയോട് ആരാണെന്ന് ചോദിക്കുമ്പോ ജൂനിയർ പോലീസുകാരനും ഇദ്ദേഹം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, നിനക്ക് അങ്കിൾ എന്ന് വിളിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്നാക്സ് ഒക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. കുട്ടി നല്ല വിഷമത്തിലാണ്. അവളും ജെയോട് നിങ്ങളും പോലീസിലല്ലേ വർക്ക് ചെയ്യുന്നേ, എല്ലാ തവണയും നിങ്ങൾ ജോലിക്ക് പോകുമ്പോ നിങ്ങൾക്ക് പരിക്ക് പറ്റാറുണ്ടോ? എന്റെ അച്ഛൻ എപ്പോ ജോലിക്ക് പോയാലും പരിക്ക് പറ്റുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞ അച്ഛൻ എപ്പോ ജോലിക്ക് പോയാലും എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അദ്ദേഹത്തിന് പരിക്ക് പറ്റിയാലോ അതെനിക്ക് ഇഷ്ടമല്ല. അതിന് ജെയും നിന്റെ അച്ഛന് പരിക്ക് പറ്റാതിരിക്കാൻ ഞാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അവളോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്കി പ്രോമിസ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കുട്ടിയും ജെയുടെ കയ്യിലെ മുറിവ് ശ്രദ്ധിക്കുന്നത്. അവളുടെ കയ്യില് ഒരു ബാൻഡേഡ് ഉണ്ടായിരുന്നു. അത് അവള് ജെയുടെ കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളും പരിക്ക് പറ്റാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് ജെയോടും പറയുന്നു. അവനും താനതിന് ശ്രമിക്കാമെന്ന് അവളോട് പറയുന്നു. ശേഷം അവളെയും തിരിച്ച് അച്ഛന്റെയും അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുന്നു. അവരോട് നിൽക്കുന്നത് കാണുമ്പോ ജെയിം മനസ്സിലോർക്കുന്നത് ഞാൻ മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കും ഇപ്പോൾ ഇതുപോലൊരു കുടുംബം ഉണ്ടായേനെ എന്നാണ്. ശേഷം ഇവനും ജൂനിയർ പോലീസുകാരനും കൂടി മറ്റൊരു മിഷന് വേണ്ടി പോവുകയാണ്. അവർ രണ്ടുപേരും ഒരാളെ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തുമ്പോ വഴിയും അവസാനിച്ചിട്ട് ആ പ്രതിയും അവിടെ തന്നെ നിൽക്കുന്നു. അവന്റെ കയ്യിലും ഒരു ഗണ്ണുണ്ടായിരുന്നു. ജൂനിയർ പോലീസുകാരന്റെ കാലിലും ജെയുടെ കയ്യിലും അവൻ ഷൂട്ട് ചെയ്യുന്നു. ജൂനിയർ പോലീസുകാരന് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി ജയ്ക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ജൂനിയർ പോലീസുകാരന്റെ മകളെ അവനും ഓർമ്മ വരുന്നത്. ജിസുവിനെ എനിക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ല, ഇത്തവണ അങ്ങനെ ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനും ആ പ്രതിയുടെ അടുത്തേക്ക് പോകുന്നു. അവനാണെങ്കിൽ ജയെ ഷൂട്ട് ചെയ്യുന്നു. ജയ് അവനെയും കൊണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നുണ്ട്. ജൂനിയർ പോലീസുകാരനും അത് കണ്ടിട്ട് വന്ന് നോക്കുമ്പോഴാണ് അവർ രണ്ടുപേരും താഴേക്ക് വീണ് കിടപ്പുണ്ടായിരുന്നു. ആ ആക്സിഡന്റിൽ ജയും ഈ ജീവിതത്തിലും മരിച്ചു പോകുന്നു. ശേഷം ഇനി 3 ജീവൻ കൂടെ ബാക്കി. അവനും നരക കവാടത്തിലേക്ക് എത്തുന്നു. ഡെത്തും നീ എന്താ ഇപ്പൊ ചെയ്തതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്കിതിനു മുന്നേ ഒരു വാർണിംഗ് തന്നതല്ലേ,
അവനും ഇപ്പോൾ ആത്മഹത്യയല്ലേ ചെയ്തത്? അക്കാര്യമാണ് ഡെത്തൻ ചോദിക്കുന്നത്. ജെയും, ഞാനിപ്പോഴും ആത്മഹത്യ ചെയ്തതുകൊണ്ടാണോ? അതിന് എനിക്കൊരു കാരണമുണ്ട്. എനിക്ക് മറ്റേ പോലീസുകാരനെ രക്ഷിക്കണമായിരുന്നു. ഞാനത് ചെയ്തത് മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നീ ആരാ? അത് കേട്ടിട്ട് അവനും ഇതെന്തൊരു ചോദ്യമാണ്? അത് കേട്ട് ഡെത്തൻ നിന്ന് ചിരിക്കുന്നുണ്ട്. നിന്നെ കുറിച്ചോർത്ത് നിനക്ക് വലിയ അഭിമാനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നു. അവനും ഉണരുമ്പോ ഇപ്പോൾ ഒരു പിച്ചക്കാരന്റെ ദേഹത്താണ് അവനുള്ളത്. അവനും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പിച്ചക്കാരനാണോ? വെറുതെ അല്ല ഡെത്ത് എന്നെ നോക്കി ചിരിച്ചത്. ഇതിനേക്കാളും വളരെ കൊടൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. അവനും ആ ഒരു പാത്രത്തിലുണ്ടായിരുന്ന ചില്ലറ തുട്ടുകളൊക്കെ എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുമ്പോഴാണ് അവിടുത്തെ ടിവിയിൽ ആൻജിയോങ് എന്ന പോലീസുകാരനെ കുറിച്ച് ന്യൂസ് കാണിക്കുന്നത്. ഒരുപാട് പ്രതികളെയും കുറ്റവാളികളെയൊക്കെ പിടിച്ച പോലീസുകാരനാണ് എന്നൊക്കെ അതിനകത്ത് പറയുമ്പോ അവിടെ നിൽക്കുന്ന ആൾക്കാരും നല്ലൊരു പോലീസുകാരനായിരുന്നു, ഇതുപോലുള്ളവരൊക്കെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജയ്ക്കും സ്വയം അഭിമാനം തോന്നുന്നു. ആ ഒരു പോലീസുകാരന്റെ മരണച്ചടങ്ങ് നടക്കുന്നുണ്ട്. അവിടേക്ക് പോകാനായി ജയ്യും തീരുമാനിക്കുന്നു. ആൻജിയോങ് എന്ന പോലീസ് മരിച്ച കാര്യം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പാർക്കും കാണുന്നു. അത് കാണുമ്പോ അവന് സന്തോഷമാകുന്നുണ്ട്. ജയ്യും ആ ഒരു മരണച്ചടങ്ങില് പങ്കെടുക്കാനായിട്ട് വരുമ്പോ അവിടെ ഒരുപാട് പേര് ആ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കുറെ ആക്ടേഴ്സും പോലീസിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ അയാൾക്ക് പൂക്കൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം വന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ജൂനിയർ പോലീസുകാരന്റെ മകൾ അവിടെ നിൽക്കുന്നത് ജയ്യും കാണുന്നത്. അവളും പോലീസുകാരന്റെ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു തന്ന പ്രോമിസ് നിങ്ങൾ പാലിച്ചല്ലോ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ജയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. ഇതൊന്നും താങ്ങാനാകാതെ ജൂനിയർ പോലീസുകാരനും അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടിയും ജയ്യെ കാണുന്നത്. അയാളുടെ രൂപവും കോലമൊക്കെ കണ്ടിട്ട് അവളും പേടിക്കുന്നു. കാരണം ഇപ്പോഴുള്ള രൂപവും ആ ഒരു പോലീസുകാരന്റെ രൂപവും വ്യത്യസ്തമാണല്ലോ. ജയ് നോക്കുമ്പോ പോലീസിലെ ചീഫും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മരണച്ചടങ്ങ് നടത്തുന്ന ആളും ജയ് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടി വന്നതാണോ? ഇവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ട്. അത് കണ്ടുവന്ന ചീഫും അത് തടയുന്നുണ്ട്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനല്ലേ എന്ന് പറഞ്ഞ് കുറെ ഫ്രൂട്ട്സും ഫുഡും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ജയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു. അത് കാണുമ്പോൾ ജയ്ക്കും നല്ല വിഷമമുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് ജയ് ആണ്. പക്ഷെ ആ ഒരു പരിഗണന ഇവന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് ആ പോലീസുകാരന്റെ മരണച്ചടങ്ങിലേക്ക് പ്രൈം മിനിസ്റ്റർ എത്തുന്നത്. ജയും ഇക്കാര്യം കാണുന്നു. അവന് വിചാരിക്കുന്നുണ്ട്, എന്റെ പ്രവൃത്തി കാരണമാണ് ആ ഒരു പോലീസുകാരന് ഇത്രയും ബഹുമതി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാര് അയാളെ ഓർക്കുന്നതും ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ്. പക്ഷെ അവസാനം ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് എനിക്കൊരു ഉപയോഗം ഇല്ലാതായി എന്ന് പറഞ്ഞ് നിരാശനായി അവനും അവിടെ നിന്ന് പോകുന്നു. അവിടുത്തെ പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോഴാണ് ജൂനിയർ പോലീസുകാരൻ വിഷമിച്ചിരിക്കുന്നത് ജയും കാണുന്നത്. ഇത് കണ്ട് ജയും അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഇത് നിന്റെ തെറ്റല്ല, അതുകൊണ്ട് നീ നിന്നെ തന്നെ പഴിക്കാനായി നിൽക്കണ്ട. ആ പോലീസുകാരനും അതല്ല വേണ്ടത്. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട ജൂനിയർ പോലീസുകാരനും നീ ആരാട് അതൊക്കെ പറയാൻ? നിനക്കതൊക്കെ പറയാൻ എന്ത് അവകാശമുള്ളത്? അത് കേൾക്കുമ്പോൾ ജയ്ക്ക് പറയാൻ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് ഡെത്തും അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇവൻ ആരാണ്? ഇവന്റെ ശരിക്കുള്ള ജീവിതത്തിൽ ഇവൻ ആത്മഹത്യ ചെയ്തു. മറ്റുള്ളവരുടെ ശരീരത്തിൽ വന്ന് ഇവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതൊന്നും ഒന്നുമല്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് അവനും മനസ്സിലാകുന്നത്. ജയും, എനിക്കറിയില്ല ഞാൻ ആരാണെന്ന്, ശരിക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവനും വിഷമിക്കുന്നു. ജയും അവിടെ നിന്ന് പോകുമ്പോ ജിസ് പറഞ്ഞ കാര്യങ്ങൾ അവനും ഓർക്കുന്നുണ്ട്. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുക, അല്ലാത്ത പക്ഷം നമുക്കൊരു സന്തോഷവും ഉണ്ടാകില്ല. അവനും ജിസുവിനോട് എനിക്ക് അവസാനം മനസ്സിലായി, മറ്റുള്ളവരായി വീണ്ടും വീണ്ടും ജനിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോഴാണ് പിച്ചക്കാരന്റെ ഓർമ്മകൾ അവിടേക്ക് വരുന്നത്. ജയും ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. എനിക്കിത് ചെയ്യാനാകില്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ ഒരു മെമ്മറി അവന്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവനും സ്റ്റെപ്പിൽ നിന്നും കാല് തെറ്റി താഴേക്ക് വന്ന് വീണ് മരിക്കുന്നു. ശേഷം വീണ്ടും അവൻ നരക കവാടത്തിൽ എത്തുന്നുണ്ട്. ഇനി 2 ജീവനുകൾ മാത്രം ബാക്കി. അവനും ഡെത്തിനോട് വഴക്ക് കൂടുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഞാൻ ആ ജൂനിയർ പോലീസുകാരനെ സംരക്ഷിച്ചല്ലോ, ശരിക്കും അവനവിടെ മരിക്കേണ്ടതായിരുന്നു. അതിന് ഡെത്തും ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അതൊന്നും ഓർക്കണ്ട, നമുക്കിനി അടുത്ത ജീവനിലേക്ക് പോകാം. അതിന് ജയും പെട്ടെന്നാവട്ടെ, ഇനി 2 ജീവനുകൾ കൂടെയല്ലേ ബാക്കിയുള്ളൂ, അതുകൂടി എത്രയും പെട്ടെന്ന് എനിക്ക് അവസാനിപ്പിക്കണം. എനിക്കിനി ഇതൊന്നും ചെയ്യാനാകില്ല. അതിനിടത്തും ഞാൻ പറഞ്ഞല്ലോ, ഓരോ റൗണ്ട് കഴിയുന്തോറും നിന്റെ മരണം വളരെ കൊടൂരമായിരിക്കും, നിനക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അതിനവനും എന്തായാലും വേണ്ടില്ല, ഞാൻ ആ ജീവിതം അവസാനിപ്പിച്ചോളാം. ഡെത്തും അവനെ വിഡ്ഢി എന്ന് വിളിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവനും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരാളുടെ ശരീരത്തിലാണ് ഇപ്പോൾ. ഇതിപ്പോ ആരാണാവോ എന്നിവനും ഓർക്കുന്നുണ്ട്. തൊട്ട് മുന്നിലായി ഒരു മെയിൻ റോഡും അവൻ കാണുന്നുണ്ട്. അവനും ആത്മഹത്യ ചെയ്യാനായി അങ്ങോട്ടേക്ക് ഓടുന്നു. അപ്പോഴാണ് നമ്മള് ആദ്യത്തെ എപ്പിസോഡില് ജയ് 7 വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നിവിന്റെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ അന്നത്തെ ഇന്റർവ്യൂവിൽ അവന് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും റോഡിലേക്ക് ഓടുമ്പോഴാണ് ആ ഒരു മനുഷ്യന്റെ മെമ്മറി അവിടേക്ക് വരുന്നത്. അയാൾക്ക് ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ട്, സാധാരണ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അയാളുടെ യൗവന കാലം മുഴുവൻ ആ ഒരു കമ്പനിക്ക് വേണ്ടി അയാൾ പണിയെടുത്തു. പക്ഷെ കുറച്ച് വയസ്സായ സമയം ആ ഒരു കമ്പനി ഇയാളെ പറഞ്ഞു വിട്ടു. ജോലി പോയത് കൊണ്ട് തന്നെ ഇയാളുടെ ഭാര്യയും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് പെറ്റീഷനും കൊടുക്കുകയുണ്ടായി. ആർക്ക് വേണ്ടിയിട്ടാണോ ഇയാൾ ഇത്രയും കാലം ജീവിച്ചത്, ആ ഒരു ഫാമിലിയും ഇയാളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. അയാളും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ജയും തന്നെ ഓർക്കുന്നുണ്ട്. അവനും വിഷമിച്ച അതേ
വിഷമം തന്നെയാണ് ആ മനുഷ്യനും ഉണ്ടായിരുന്നത്. അവനും അവിടെ വീണു പോകുന്നു. എന്നിരുന്നാലും അവനൊരു ചോയ്സ് എടുത്തല്ലേ മതിയാകൂ. ആ സമയം 7 വർഷം മുന്നത്തെ ജെയും ജിസുവിനോട് സംസാരിച്ച് നടന്നു വരികയായിരുന്നു. അവനും കണ്ണാടി നോക്കിയിട്ട്, ഞാൻ ഗ്രാജുവേഷൻ കഴിയുന്നതിന് മുന്നേ ഒരു ജോലി നേടിയിരിക്കും, എനിക്ക് എന്തായാലും ഈ ജോലി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ച് അവനും നടന്നു പോകുന്നു. അപ്പോഴാണ് മറ്റേ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയ ജെയും ആത്മഹത്യ ചെയ്യാനായി റോഡിലേക്ക് ഓടുന്നത്. ആ കാർ ഓടിച്ച് വന്നതാകട്ടെ പാർക്കും. അയാളും ആ മനുഷ്യനെ കാർ കൊണ്ടിടിക്കുന്നുണ്ട്. യഥാർത്ഥ ജെയും പേടിച്ച് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ജെയും അവനെ കാണുന്നുണ്ട്. ജെയോട് എന്താ പറയാനായിട്ട് അയാളും ശ്രമിക്കുന്നു. യഥാർത്ഥ ജെയും ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. ഇതിനു മുന്നേ പാർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനുണ്ടാക്കിയ ആദ്യത്തെ ആക്സിഡന്റ് ആണ് അവൻ പിന്നീട് കൊലപാതകങ്ങൾ ചെയ്യുന്നതിന് കാരണമെന്ന്. അവനും അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയമാണ് ഡെത്ത് അവിടേക്ക് വരുന്നത്. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജെയും ഡെത്തിനോടാണ് എന്നെ സഹായിക്കണമെന്ന് പറയുന്നത്. പക്ഷേ പാർക്ക് വിചാരിക്കുന്നത് അവനോടാണ് അയാൾ അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത് അയാളിൽ വല്ലാത്തൊരു ആനന്ദം ഉണർത്തുന്നു. അയാളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിന്ററോട്, എന്നെ നോക്കിയിട്ട് ദൈവത്തെ പോലെയാണ് അയാൾ എന്നോട് ചോദിച്ചത്. ശരിക്കും ഡെത്ത് അവന് കൊടുത്തത് ഒരവസരമായിരുന്നു. വീണ്ടും ഒന്നുകൂടി ജീവിക്കാനുള്ള ഒരു അവസരവും യഥാർത്ഥ ജയ്ക്ക് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും. പക്ഷെ അത് രണ്ടും അവൻ കൊണ്ടുപോയി നശിപ്പിച്ചു. ആ മനുഷ്യനും ജയോട് എന്താ പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ അയാളും മരിച്ചു പോകുന്നു. യഥാർത്ഥ ജയും അത് കണ്ട് പേടിക്കുന്നു. അവൻ വീണ്ടും നരക കവാടത്തിലേക്ക് എത്തുന്നു. ഇനി ഒരു ജീവൻ മാത്രം ബാക്കി. നീ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചല്ലോ, നിനക്കല്ലേ അവസരങ്ങൾ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പണിഷ്മെന്റ് കൊടുത്ത എല്ലാ മനുഷ്യന്മാരും അത് തന്നെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യന്മാര് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവര് തിരിച്ചറിയുകയില്ല. ഈ ഒരു നിയമങ്ങളൊക്കെ വെച്ചിട്ട് നിന്റെ അടുത്തേക്ക് വന്നപ്പോ നീയും എന്നോട് പറഞ്ഞതല്ലേ നീ ഈ ഗെയിമിൽ ജയിക്കുമെന്ന്. ഇനി നമ്മുടെ അവസാനത്തെ ഒരു ബുള്ളറ്റ് മാത്രം. അതിനവനും നീ സമയം കളയണ്ട, എന്തായാലും ഞാൻ നരകത്തിലേക്കല്ലേ പോകാനായി പോകുന്നത്, ആ ജീവിതം ഞാൻ വേഗം അവസാനിപ്പിച്ചു കൊള്ളാം. അതിനിടത്തും നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അവനും നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ട്. ഡെത്തും അവനെ ഷൂട്ട് ചെയ്യുന്നു. അവനും ഇപ്പോ ആരുടെയോ ശരീരത്തിലാണുള്ളത്. അവന് വന്ന് നോക്കുമ്പോ അവന്റെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ആ വീട്ടില്. കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോഴാണ് അവനും ആ കാഴ്ച കണ്ട് ഷോക്ക് ആകുന്നത്. അവൻ ഇപ്പോഴുള്ളത് അവന്റെ അമ്മയുടെ ശരീരത്തിലാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.